ദൈവനാമത്തിന് സ്തോത്രം. ദൈവവചനം ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലായി ആ വചനം അതിന്റെ ഫ്രൂട്ട് കൊടുക്കാതെ ഇരിക്കുന്നതിന്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ആൾക്കാരുടെ മനസ്സിലുള്ള പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയാസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓൾറെഡി നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട്. ചില വാക്കുകളെപ്പറ്റി, ചില പദപ്രയോഗങ്ങളെപ്പറ്റി, ഇതിനെല്ലാത്തിനെയും പറ്റി നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്. അത് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് പരിചയിച്ച് വന്നിട്ടുള്ള നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെയുള്ളതാണ്. ഇത് മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ദൈവവചനം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫലം കൊടുക്കത്തില്ല. ബൈബിളിലെ പല വാക്യങ്ങൾക്കും അതിന്റെ ഒറിജിനൽ എഴുത്തുകാര് ഉദ്ദേശിച്ച അർത്ഥമല്ല പൊതുവെ നമ്മൾക്കിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് ആ അർത്ഥത്തിലല്ല കേൾക്കുന്ന ആൾക്കാർ എടുക്കുന്നത്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ദൈവവചനം പഠിപ്പിക്കുന്നതല്ല, ആൾക്കാരുടെ മനസ്സിലുള്ള തെറ്റായിട്ടുള്ള ധാരണകളെ മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റാതെ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. അന്നേരം ആദ്യമേ ഒരു അൺലേണിംഗ് ഉണ്ടാവാതെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് പുതിയതായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ മനസ്സിൽ നമ്മൾ പറയുന്ന അതേ വാക്കിന് തന്നെ വേറൊരു അർത്ഥമുണ്ട്. നമ്മളതൊരു ഒരു കാര്യം പറയുമ്പോൾ അവർ വേറൊരു അർത്ഥത്തിലാണ് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് മാനസാന്തരമെന്ന് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ വാക്കല്ല ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ പറയുന്ന അർത്ഥം മാറിപ്പോകും. സഭ എന്ന് പറയുമ്പോൾ സഭ എന്ന് ദൈവവചനത്തിലുള്ള ആ അർത്ഥമല്ല ഇവരുടെ മനസ്സിലുള്ള. അന്നേരം വാക്ക് ഒന്നായിട്ട് കാര്യമില്ല. ഇവരുടെ മനസ്സിൽ ആദ്യമേ ചർച്ച എന്നുള്ളതിനെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ധാരണ മാറ്റണം. ഞാൻ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളിലും അന്നേരം ഒരു അൺലേണിംഗ് ഉണ്ടാവാതെ നമുക്ക് ദൈവവചനം ഒരിക്കലും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കഴിയത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പഠിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഓൾറെഡി പ്രീ കൺസീവ് ആയിട്ട് പല കാര്യങ്ങളെ പറ്റിയും ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ആര് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നു, വേറെ ആര് പറയുന്നു. പക്ഷേ ദൈവവചനത്തിൽ നോക്കിയിട്ട് നമ്മുടെ ബോധ്യങ്ങൾക്ക് വ്യത്യാസമാണ് നമ്മൾ കാണുമ്പോൾ അതിനുള്ള സത്യസന്ധതയോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ കർത്താവ് നമുക്ക് കാര്യങ്ങൾ വ്യത്യാസത്തിൽ യേശുക്രിസ്തു ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. കാരണം എങ്ങനെ ചെയ്യരുത് എന്ന് പറയാതെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ റോങ് ആയിട്ടുള്ള കാര്യം അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യരുത് അന്നുവരെയും മനുഷ്യരുടെ മനസ്സിലുള്ള ചില ധാരണകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ആ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ആദ്യം കൊടുക്കുന്നതിനെ പറ്റി, രണ്ടാമത് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി, മൂന്നാമത് ഉപവസിക്കുന്നതിനെ പറ്റി. എല്ലാത്തിനെ പറ്റിയും അന്നത്തെ കാലത്ത് ഒരു ട്രഡീഷണൽ ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഇവിടെ പറയാണ്. ഒന്നാമത് കർത്താവ് പറയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? കാഹളം ഊതിക്കരുത്. നിങ്ങൾ കാഹളം ഊതിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാഹളം ഊതിക്കുന്നത് ഇല്ലല്ലേ? നിങ്ങളിപ്പോ കാഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കണ്ടു കാണത്തില്ല. നിങ്ങൾ കാഹളം ഊതിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ചില ക്രിസ്ത്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം കാഹളം ഊതുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ചില കാര്യങ്ങൾ റോങ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ അങ്ങനെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ കാഹളം ഊതിക്കരുത് എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൊടുക്കുമ്പോൾ വലം കൈ കൊടുക്കുന്നത് രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്ത് എന്ന് ഇടം കൈ അറിയരുത്, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. വളരെ പ്ലെയിൻ ട്രൂത്താണ്. ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലും ദൈവവചനം എല്ലാ കാലത്തും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. കാഹളം ഊതിക്കുന്നവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിപ്പോയി. അതിനുള്ളവർക്ക് ശിക്ഷ കിട്ടുമെന്നല്ല പറയുന്നത്, അവർക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയി. എന്ത് വേണ്ടി ചെയ്തോ അത് അവർക്ക് കിട്ടി, അവർക്ക് ഉദ്ദേശം നടന്നു. രണ്ടാമത് പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും
തെരിക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, അന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും വാതിലടയ്ക്കാനോട്ടൊക്കത്തില്ല. പക്ഷേ ദൈവവചനം പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്, എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കണം. മനുഷ്യർക്ക് വഴങ്ങാനായിട്ടുള്ള പ്രാർത്ഥനയാവരുത്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കണം. നിങ്ങളുടെ അപ്പന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പറയാം. കാരണം ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജാണ് ഈ ദൈവത്തെ പിതാവേ, അബ്ബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം. അതുവരെയും തിരശ്ശീലയ്ക്ക് അകത്തിരുന്ന ദൈവത്തെ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന അവൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. എന്നിട്ട് യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് മനുഷ്യരത്ത് പറയാണ്, ദൈവം ഒരു തിരശ്ശീലയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന രാജാവോ ഒരു സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയോ ഒരു പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അതുകൊണ്ട് ആ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു പ്രജ ലെറ്റർ എഴുതുന്ന പോലെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എപ്പോൾ പ്രാർത്ഥിച്ചാലും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, അത് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അടുത്ത പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഡു നോട്ട് യൂസ് മീനിങ്ലെസ് റിപ്പിറ്റേഷൻ ആസ് ദ ജെന്റൈൽസ് ഡു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മീനിങ്ലെസ് ആയിട്ടുള്ള റിപ്പിറ്റേഷൻ ഒഴിവാക്കണം. കാരണം ഇത് ചെയ്യരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബൈബിളിൽ ചില വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഒറിജിനൽ അതേ വാക്ക് തന്നെ എല്ലാ ഭാഷകളിലേക്കും വന്നിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുമ്പോഴും ആ വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത ചില വാക്കുകൾ നിങ്ങൾക്ക് പറയാമോ? പിന്നെ വേറെ എന്താണ്? ആമേൻ. വേറെ എന്തുണ്ട്? വേറെ പെന്തക്കോസ് എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വന്ന ആമേൻ, ഹാലേലൂയ എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വന്ന. നിങ്ങൾക്കറിയാമോ അതിന്റെ അർത്ഥം? ആമേന്റെ ഹാലേലൂയയുടെയും അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവും. അറിയാത്തവർ എല്ലാവർക്കും അറിയാം. എന്താ അർത്ഥം എന്താ? അല്ല, എന്നിട്ട് ബ്രദറിന് അറിയത്തില്ല. ഒരാളുടെ തരത്തടുത്ത് ചോദിക്കുക, അറിയാത്തവരോ ഉണ്ടോ എന്ന് കാണിച്ചു. അറിയാലോ ബ്രദറിന്, അറ്റ്ലീസ്റ്റ് ബ്രദർ ഉള്ള കാര്യം പറഞ്ഞു. അറിയാത്തവരാരെല്ലാം ഉണ്ടോ? ബാക്കി എല്ലാവർക്കും അറിയാമോ? ഞാൻ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അറിയാത്തവരാരെല്ലാം ഉണ്ടോ? ഹാലേലൂയയുടെ അർത്ഥം, ആമേന്റെ അർത്ഥം എന്താണെന്നറിയോ? ആമേന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആമേൻ പറയുകയാണെങ്കിൽ അത് അപ്രകാരം തന്നെ ആണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരാൾ ആമേൻ പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് അപ്രകാരം തന്നെയെന്ന് കേൾക്കുന്ന ആൾ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതാണ് യേശുക്രിസ്തു ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുമ്പോൾ പറയുന്നത് ഈ പറയുന്നത് അപ്രകാരം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്. കേൾക്കുന്ന ആൾ ആമേൻ പറയുന്നത് ആ പറഞ്ഞത് അപ്രകാരം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ഹാലേലു യാഹ്വേ എന്ന് പറഞ്ഞാൽ ആ 3 വാക്കിന്റെ ഒരുമിച്ചുള്ള അർത്ഥമാണ് യഹോവയ്ക്ക് മഹത്വം, ദൈവത്തിന് മഹത്വം, ഗ്ലോറി ടു ഗോഡ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് അർത്ഥം. എന്നിട്ട് ഈ വാക്ക് നമ്മൾ മീനിങ്ലെസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യരുത്. നമ്മൾ ഉപയോഗിക്കുമ്പോഴെപ്പോഴും അത് മീനിങ് ഫുൾ ആയിട്ട് ഉപയോഗിക്കണം. ആമേന് ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, പുതിയ നിയമത്തിൽ എവിടെയാണ് ഹല്ലേലൂയ എന്നുള്ള വാക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് ആ വാക്ക് വരുന്നത്. നമുക്കൊന്ന് വാക്യം. വെളിപാട് പുസ്തകം 19-ന്റെ 1, 3, 4, 6 വാക്യം. ഇവിടെ പറയാണ് ഹല്ലേലൂയ, എന്നിട്ട് പറയാണ് അതിന്റെ കാരണം എന്താണ്? കാരണം അവിടെ പറയാണ് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമർത്ഥമാണ് അല്ലെ? അടുത്ത വാക്യത്തിൽ അടുത്ത വാക്യം 3-ാമത്തെ വാക്യം, അവർ പിന്നെയും ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യം, 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. 6-ാമത്തെ വാക്യം, ഞാൻ കേട്ടത് ഹല്ലേലൂയ, ദൈവത്തിന്റെ സർവശക്തിയുടെ ദൈവം നമ്മുടെ ദൈവമായ കർത്താവ്
രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഒരു വാക്ക് പറഞ്ഞിട്ട് അത് ഹല്ലേലൂയ പറയുമ്പോൾ റിയൽ മീനിങ്ങിലാണ് അവിടെ പറയുന്നത്. ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 5-ാമത്തെ വാക്യം, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്തൊരു ഹല്ലേലൂയയോടെ പറഞ്ഞ എന്താ അർത്ഥം? ആമേൻ ഹല്ലേലൂയ പറഞ്ഞു. അന്നേരം അവിടെ അർത്ഥം മാറിപ്പോയി. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവം എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, ആമേൻ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമുണ്ട്. അതേസമയം ഞാൻ പാപത്തിൽ വീണു, ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പാപത്തിൽ വീണു, അപ്രകാരം തന്നെ ആയിരിക്കട്ടെ, ദൈവത്തിന് മഹത്വം. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞത് യേശുക്രിസ്തു പറയാണ്, when we pray നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് പറയണം. നമുക്ക് ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി പോകാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ വാക്യം കൂടി കൊണ്ട് വായിക്കാം, താഴേക്ക് വായിക്കാം. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ അല്ല, പ്രാർത്ഥനയെ പറ്റി പറയുന്നത് അവിടെ പറയാണ്, ഡു നോട്ട് യൂസ് മീനിങ്ലെസ് റിപ്പിറ്റേഷൻ വെൻ യു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അന്നേരം മീനിങ് ഫുൾ അല്ലാതെ റിപ്പീറ്റഡ് വേർഡ്സ് കൊണ്ട് ഉത്തരം ലഭിക്കുമെന്നാണ് ജാതികളുടെ ചിന്ത. അന്നേരം നമുക്കൊരു വാക്കിന്റെ അർത്ഥം അറിയാതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ജാതികൾ ഒരു മന്ത്രം ചൊല്ലുന്നത് പോലെ തന്നെയാണ്, അല്ലെ? ഒരു മന്ത്രത്തിന് തന്നെ ആ വാക്കിനൊരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും വീണ്ടും. അതുപോലെ തന്നെ മീനിങ് അറിയാതെ നമ്മളൊരു വാക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ വാക്കിനൊരു ശക്തി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ആ വാക്കിനല്ല ശക്തി, ദൈവത്തിനാണ് ശക്തി. ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ താഴോട്ട് പറയാണ്, അങ്ങനെ അതിഭാഷണത്താൽ അവർക്ക് ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അവരോട് തുല്യരാവരുത്. അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, അടുത്ത വാക്യം പറയാണ്, നമ്മളുടെ ഒരു തെറ്റായ ഒരു ധാരണ വേറെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് ഈ കാര്യത്തിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവ കാര്യം അറിയത്തില്ലല്ലോ, അല്ലേ? അങ്ങനെയാണോ ബൈബിൾ പറയുന്നത്? അല്ല. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ കാര്യം ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അവരോട് തുല്യരാവരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ ദൈവത്തിനറിയാം, അല്ലേ? നിങ്ങളൊരു കാര്യം ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അന്നേരമല്ല അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നത്. നിങ്ങൾ ദൈവത്തിനെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുന്നതല്ല പ്രാർത്ഥന, ദൈവത്തെ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന പിന്നെ ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ചു കൊടുത്തിട്ട് കർത്താവിനെ താങ്ക് ചെയ്യുന്നതാണ്. അവർ നീഡ് അറ്റ് ഹിസ് ഫീറ്റ്, ദൈവത്തിന്റെ കയ്യിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതല്ല. എന്ത് കാര്യവും നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവം ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഉറപ്പ്. ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന സഭയിലുള്ള വ്യക്തികൾക്ക് പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്കും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ദൈവം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനേക്കാളും വലിയവനാണ്. നിങ്ങൾ ഏത് പ്രശ്നവും എന്റെ അടുത്ത് പറയണ്ട, പക്ഷെ ഞാൻ ഒരു ആൻസർ നിങ്ങളുടെ അടുത്ത് പറയാം. ദൈവം നിങ്ങളുടെ ഏത് പ്രശ്നവും സോൾവ് ചെയ്യാൻ വലിയവനാണ്. പക്ഷെ എന്ത് സംഭവിക്കണം? നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ സ്വയം ഹാൻഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് ദൈവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, ദൈവത്തിന്റെ സർവശക്തി നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സ്വയം ഹാൻഡിൽ ചെയ്തതിൽ നിന്ന് ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാൻ ദൈവം ശക്തനാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം നിങ്ങൾ അന്നു മുതൽ നിങ്ങൾ റെസ്റ്റിലുമായിരിക്കും. അന്നേരം ഇതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന കാര്യം. നിങ്ങളുടെ വിഷയങ്ങളെ അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്തോത്രത്തോടെ നിങ്ങളുടെ കാര്യങ്ങളെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. അന്നേരം ദൈവത്തിന്, ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. പലപ്പോഴും ദൈവത്തിന് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത വ്യക്തികളാണ് മിക്കവാറും കടന്ന് കറങ്ങുന്നത്. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് കാര്യങ്ങളെ ഒരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളത് പറയട്ടെ, നിങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം മാത്രമായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ നിങ്ങളുടെ പ്രോബ്ലത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് അവൈലബിൾ ആയിട്ട് നിങ്ങൾ ആവുകയും നിങ്ങളുടെ പ്രശ്നത്തിനെ ദൈവത്തിന്റെ കാൽക്കൽ വെക്കുകയും ചെയ്താൽ എന്താണെന്നറിയാമോ, പിന്നെ അന്നു മുതൽ ആ പ്രോബ്ലം ദൈവത്തിന്റെ പ്രോബ്ലം. ഇറ്റ്സ് എ പ്രോബ്ലം, നിങ്ങളുടെ പ്രോബ്ലം ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുകയാണ്. ദൈവം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എപ്പോൾ അത് സോൾവ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, കാരണം അത് ദൈവത്തിന്റെ കയ്യിലായി കഴിഞ്ഞു. ഞാൻ പറയട്ടെ, സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ് 37-ാമത്തെ സങ്കീർത്തനം. 37-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 37-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി. ദുഷ്പ്രവർത്തിക്കാരുടെ കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾ മുഷിയരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പറ്റി അവരെന്ത് ചെയ്യണമെന്നുള്ള പറയാണ് 4-ാമത്തെ വാക്യം മുതൽ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഇവിടെ പറയാണ്, 1-ാമത്തെ കാര്യം പറയാണ്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. 1-ാമത്തെ കാര്യം, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി കർത്താവിൽ ഡിലൈറ്റ് ചെയ്യണം, കർത്താവിൽ സന്തോഷിക്കണം, കർത്താവിൽ രസിക്കണം. അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയിൽ രസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരിക്കും? യഹോവയുടെ ഇഷ്ടം തന്നെ ആയിരിക്കും, അല്ലെ? യഹോവയിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലെ കാര്യങ്ങൾ ആ വ്യക്തിക്ക് രസമായിട്ട് തോന്നത്തില്ല. അപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലും ദൈവഹിത പ്രകാരമായിരിക്കും. എന്നിട്ട് പറയാണ്, അവനിൽ നിന്റെ വഴി യഹോവയെ പരമേൽപ്പേ. കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്, ട്രസ്റ്റ് ആൾസോ ഹിം ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ അത് നിർവഹിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഹി വിൽ ഹാൻഡിൽ ദാറ്റ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്ത ഒരു കാര്യത്തെ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് ഹാൻഡിൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാം, പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാം. ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന കാര്യത്തെ ദൈവം ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ ആസായെടുത്ത് ദൈവം പറയുന്നത് എന്താണ്? യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാവരും ഓടാടിക്കൊണ്ടിരിക്കും. അന്നേരം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ, ഇവൻ ഈ പ്രോബ്ലത്തെ തന്നെത്താനെ ഹാൻഡിൽ ചെയ്യുവോ എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമോ എന്നുള്ളത്. പലരും തന്നെത്താനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എളുപ്പം. നമ്മൾക്ക് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടല്ലോ. നമ്മൾ മിടുക്കരായതുകൊണ്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന വിഷയത്തെ ദൈവം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും, നമ്മളെ തന്നെ വിട്ടുതരും. അതുകൊണ്ടാണ് ആസായുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആസായത്ത് പറയാണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാനായിട്ട് ഭൂമിയിൽ എല്ലാവരും ഉടാരി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നീ ഇതിൽ ഭോഷത്വം കാണിച്ചു. ഇന്നു മുതൽ യു ഹാൻഡിൽ യുവർ പ്രോബ്ലം എന്നാണ് അടുത്ത വാക്യത്തിന്റെ അർത്ഥം. ഇന്നു മുതൽ നിനക്ക് യുദ്ധങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവയിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. റെസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് വെയിറ്റ് പേഷ്യന്റ്ലി ഫോർ ഹിം. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, ഡിലൈറ്റ്, കമ്മിറ്റ്, ട്രസ്റ്റ്. അത്രയും ചെയ്യുന്ന വ്യക്തിക്ക് എന്തുണ്ടാവും? ആ വ്യക്തി റെസ്റ്റിലായിരിക്കും. ആ വ്യക്തി ദൈവത്തിന്റെ കയ്യിൽ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി, പ്രാർത്ഥനയിൽ ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റിസൾട്ട് റെസ്റ്റാണ്. അത് വിശ്രമിക്കുക ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അത് ചെയ്യാത്ത വ്യക്തിയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം പറയാണ്, 7-ാമത്തെ വാക്യത്തിന്റെ വാക്യം, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. അന്നേരം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ആ വ്യക്തി മുഷിയും, ആ വ്യക്തിയുടെ റെസ്റ്റ് നഷ്ടപ്പെടും, ആ വ്യക്തി ഫ്രെറ്റാവും, ആ വ്യക്തി ആംഗ്രി ആവും. ഓരോ പ്രശ്നത്തിന്റെ മുമ്പിലും ഒരു വ്യക്തി ദൈവത്തിലാണോ തന്നെത്താനെ ഹാൻഡിൽ ചെയ്യുകയാണോ ആ വ്യക്തി ആ പ്രോബ്ലം, അതോ ദൈവമാണോ ആ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെ അറിയാം?
എങ്ങനെ അറിയാം? ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള റെസ്റ്റ് ആണോ, അത് ആങ്കർ ആണോ, ഒരു പ്രോബ്ലത്തിന് മുമ്പിലുള്ള ആ വ്യക്തിയുടെ റെസ്പോൺസ് നോക്കുമ്പോൾ അറിയാം. ആ വ്യക്തിയുടെ പ്രോബ്ലം ദൈവം ഏറ്റെടുത്തിട്ട് ദൈവമാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതോ ആ വ്യക്തി തന്നെത്താനെ ഇത് സോൾവ് ചെയ്യാനായിട്ട് കിടന്ന് കറങ്ങുകയാണോ എന്ന് ആ വ്യക്തിയുടെ റെസ്പോൺസിൽ അറിയാം. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ദൈവത്തെ ഇൻഫോം ചെയ്യുകയല്ല, ദൈവത്തിന് അതറിയാം. നിങ്ങളുടെ ആവശ്യം ദൈവത്തെ ഇൻഫോം ചെയ്യുകയല്ല, ദൈവത്തിന് അതറിയാം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ കാര്യത്തെ വിട്ടുകൊടുക്കുകയാണ്, ഹാൻഡിൽ ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അത് ഏറ്റെടുക്കാനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അത് ഹാൻഡിൽ ചെയ്യും. ദൈവം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു പ്രോബ്ലത്തിന്റെ മുമ്പിൽ ദൈവമക്കൾ, അന്നത്തെ ശിഷ്യന്മാർ വന്ന ഒരു കാര്യത്തിനെ പറ്റി വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങൾ, 5 മുതലുള്ള വാക്യങ്ങൾ. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം ഇവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അന്നേരം ഇവരുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം. എന്താണ് പ്രശ്നം? വലിയൊരു പുരുഷാരം ഇവരുടെ അടുക്കൽ വരുന്നത് കണ്ടു. പക്ഷെ ഇവർക്ക് തിന്നാനായിട്ട് ഒന്നുമില്ല. അത് വലിയ പ്രശ്നമാണ്. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് റിയൽ പ്രോബ്ലമാണ്. പക്ഷെ എന്താണ് ഫിലിപ്പോസിന്റെ അടുത്ത് ദൈവം പറഞ്ഞത്? കർത്താവ് പറയാണ്, ഫിലിപ്പോസിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ഫിലിപ്പോസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് അവനെ പരീക്ഷിക്കാനായിട്ടാണ് ചോദിച്ചത്. എന്താണ്? താൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞു. അന്നേരം യേശുക്രിസ്തു ഈ ചോദ്യം ചോദിച്ചത് യേശുക്രിസ്തുവിന് ഈ പ്രോബ്ലം അറിയാൻ കഴിഞ്ഞിട്ടല്ല. എന്തിനാ ചോദിച്ചത്? ഫിലിപ്പോസിനെ പരീക്ഷിക്കാനായിട്ടാണ് ചോദിച്ചത്. യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന് ഈ പ്രോബ്ലത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അന്നേരം ഫിലിപ്പോസിന്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ ചോദ്യം ചോദിച്ചത്? ഫിലിപ്പോസിനെ പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷിക്കാൻ? ഫിലിപ്പോസിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് കർത്താവിന് അറിയാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിച്ചല്ലേ? ആണോ? കർത്താവിന് അറിയത്തില്ലേ ഫിലിപ്പോസിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്? അറിയാമോ? ഫിലിപ്പോസ് വിശ്വാസിയാണോ വിശ്വാസിയല്ലേ? ഫിലിപ്പോസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാമോ? കർത്താവിന് അറിയാം. കർത്താവിന് അറിയാമെങ്കിൽ പിന്നെ എന്താണ് ആ പരീക്ഷയുടെ ഉദ്ദേശം? ആ പരീക്ഷയുടെ ഉദ്ദേശം ഫിലിപ്പോസിന് അറിയത്തില്ല ഫിലിപ്പോസ് യഥാർത്ഥ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത്. നേരെ പ്രോബ്ലത്തിന് മുമ്പിൽ വരുമ്പോൾ ഫിലിപ്പോസിന് മനസ്സിലാവും ഫിലിപ്പോസ് ഒന്നാന്തരം ജഡീകനാണെന്ന്, കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ല എന്ന് ഫിലിപ്പോസിന് മനസ്സിലാകാനാണ് ഫിലിപ്പോസിനെ പരീക്ഷിച്ചത് അല്ലേ? ഇസ്രായേൽ മക്കളെ 40 വർഷം പരീക്ഷിച്ചത് എന്തിനാ? അവരുടെ ഉള്ളിലുള്ളത് ആർക്കറിയാൻ? അവർക്കറിയാനായിട്ട്. അന്നേരം ഒരു ടെസ്റ്റിന്റെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാണോ ദൈവത്തിലാണോ ട്രസ്റ്റ് ചെയ്യുന്നുള്ളത് ദൈവത്തിന് മനസ്സിലാവുന്നതല്ല, നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ ചർച്ചിലൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടി സന്തോഷിച്ചൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ശരിയായിട്ടുള്ള വിശ്വാസിയാണെന്ന്. പക്ഷെ ഒരു റിയൽ പ്രശ്നത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഈ പറയുന്ന വിശ്വാസിയൊന്നുമല്ല, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിലല്ല മനുഷ്യരിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകും. അത് എനിക്ക് മനസ്സിലാകാനായിട്ടാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്, അല്ല ദൈവത്തിന് മനസ്സിലാകാനായിട്ടല്ല. കർത്താവ് നേരിട്ട് പറയാണ്, ഇവനെ പരീക്ഷിക്കാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് പറയാണ് ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന്. അന്നേരം സാധാരണഗതിയിൽ നമ്മളൊരു പ്രോബ്ലത്തിന്റെ മുമ്പിൽ വരുമ്പോൾ എന്താണ് അതിനുള്ള സൊല്യൂഷൻ ആദ്യം നോക്കുന്നത്? ദൈവം ശക്തനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യുന്നേ? കാശുണ്ടോ ഇത് സോൾവ് ചെയ്യാൻ നോക്കുമല്ലേ? എത്ര ദിനാറുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുമെന്നാണ് ആര് ചിന്തിക്കുന്നത്? വിശ്വാസികൾ ചിന്തിക്കുന്നത് അല്ലേ? ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കാശുണ്ടോ ഈ കാര്യം സോൾവ് ചെയ്യാൻ? എത്ര ദിനാറുണ്ടെങ്കിൽ, അതിലിവിടെ പറഞ്ഞിരിക്കുന്നത് 200 ദിനാറിൽ കൊണ്ടെങ്കിൽ ഈ കാര്യം സോൾവ്. എന്നിട്ട് ഫിലിപ്പോസ് ഒരു കാൽക്കുലേഷൻ നടത്തി, വളരെ കാൽക്കുലേഷൻ, നല്ല കണക്കൊക്കെ കൂട്ടി കാൽക്കുലേഷൻ നടത്തി. ഇത്ര കാശുണ്ടെങ്കിൽ ഈ കാര്യം സോൾവ് ചെയ്യാം. ഇതാണ് ഫിലിപ്പോസിന്റെ കാൽക്കുലേഷൻ. നമ്മൾ ഏതൊരു പ്രശ്നത്തിന് മുമ്പിൽ വരുമ്പോഴും ആദ്യം ചെയ്യുന്നത് ദൈവത്തെ ആശ്രയിക്കുകയാണല്ലേ? അല്ല, നമ്മൾ ചെയ്യുന്നത് കാശുണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് 2-ൽ ഒരാളെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ ആദ്യത്തെ ആളെ
ട്രസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കാശുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ. ആദ്യം ഫിലിപ്പോസ് പറയാണ് ഇത് നടക്കത്തില്ല, ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാര്യം എന്താണ്? കാര്യം ഫിലിപ്പോസുകളുടെ പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞു. ഓരോരുത്തരും അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് പറഞ്ഞു. അതാണ് ഫിലിപ്പോസിന്റെ റെസ്പോൺസ്. രണ്ടാമത്തെ വേറൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? അന്ത്രയോസ് എന്ത് ചെയ്ത്? 8ാമത്തെ വാക്യം. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമതൊരാളുണ്ട്, അയാളുടെ പേരാണ് അന്ത്രയോസ്. അയാൾ എങ്ങനെയാണെന്ന് അറിയാമോ? അയാൾ പറയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയൊരു ആളുണ്ടോ എന്നാണ് നോക്കുന്നത്. ആദ്യം പണം പറ്റിയില്ലെങ്കിൽ നമ്മൾ നോക്കും, വാസ്ത പറ്റിയ ആളുണ്ടോ എന്ന് നോക്കും. ഇതിൽ രണ്ടാമത്തെ കാര്യം. ഒരാളെ കിട്ടി. പക്ഷെ എന്താണ്, ഈ പുള്ളിയുടെ വാസ്തവം കൊണ്ട് നടക്കത്തില്ല. കാരണം ഈ പുള്ളിയുടെ കയ്യിൽ ആകെപ്പാടെ 5 അപ്പവും 2 മീനേ ഉള്ളൂ. ഇതും കൊണ്ട് എന്താ പറയുന്നത്? അതിന് ആദ്യം നമ്മൾ പണം നോക്കുന്നു, രണ്ടാമത് റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇവിടെ എങ്ങും ദൈവത്തെ അല്ല ആശ്രയിക്കുന്നത്. അത് ഇവർക്കിത് മനസ്സിലാവാനായിട്ടാണ് കൊടുത്തത്. എന്നാൽ ഇവരുടെ ദൈവം എന്ന് പറയുന്നത് എത്രയും വലുതാണെന്നറിയാമോ? ഫിലിപ്പോസിന്റെ ദൈവം എത്രയും വലുതാണ്? ഫിലിപ്പോസിന്റെ ദൈവം അവന്റെ പോക്കറ്റിലുള്ള കാശിന്റെ അത്രയും ഉള്ള വലിപ്പം അവന്റെ ദൈവത്തിനുള്ളൂ. അത്രയും അവന്റെ ദൈവമുള്ളൂ. ആ ദൈവത്തിന്റെ വലിപ്പം പോക്കറ്റിലെ കാശിന്. കാരണം പോക്കറ്റിലെ കാശിന്റെ വലിപ്പം അപ്പുറത്തേക്കുള്ള കാര്യത്തെപ്പറ്റി ഇവന് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ദൈവം? നേരെ ദൈവത്തെ അല്ല ആ വ്യക്തി ട്രസ്റ്റ് ചെയ്യുന്ന. ആ വ്യക്തി നോക്കുന്നത് ഈ കാര്യം സോൾവ് ചെയ്യാൻ പണം ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി നോക്കുന്നത് ഈ കാര്യം സോൾവ് ചെയ്യാൻ പറ്റിയ ആളുണ്ടോ എന്നുള്ളതാണ്. ഇത് ഇവർ രണ്ടുപേരും നോക്കി. രണ്ടാമത്തെ ആൾ പറയാണ്, ഒരു ആളുണ്ട്, വലിയ പയ്യനുണ്ട്, ആ പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനേ ഉള്ളൂ. ഇത് കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ആവത്തില്ല. അതാണ് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ പയ്യൻ എന്താ ചെയ്തത്? പയ്യന്റെ കയ്യിലുള്ള കാര്യം എത്രയാണോ അത് കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ കാര്യം കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യത്തില്ലെന്ന് പയ്യനും അറിയാം. ആ വ്യക്തിയുടെ പേര് എഴുതിയിട്ടില്ല. ഫിലിപ്പോസിന്റെ അന്ത്രയോസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആളാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ കയ്യിലുള്ള കാര്യത്തെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ കാര്യം കൊണ്ട് ദൈവം പ്രോബ്ലം സോൾവ് ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ ട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു പ്രോബ്ലവും ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹീസ് ഹാൻഡിലിംഗ് ദ പ്രോബ്ലം. അങ്ങനെ ദൈവത്തിന്റെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങൾക്കറിയാമോ? കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എല്ലാവരെയും ഇരുത്തി ഈ 5 അപ്പം കൊണ്ട് ഒരു അത്ഭുതം പ്രവർത്തിച്ച് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. അല്ലെ? യേശു എങ്ങനെയാണ് അത്ഭുതം ചെയ്തത്? കാരണം എന്താണ്? കാര്യം എന്താ? യേശുവിന് എങ്ങനെയാ അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞത്? 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞത്? കാരണം എന്താ? യേശു ദൈവവും സർവശക്തനുമായതുകൊണ്ടല്ലേ? ആണോ? യേശു എങ്ങനെ ആ കാര്യം സോൾവ് ചെയ്തു? യേശു സർവശക്തനായ ദൈവമായതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ഈ അപ്പം ഡിവൈഡ് ചെയ്തൊരു മിറാക്കിൾ കാണിച്ചു. അങ്ങനെയാണോ ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ വാക്യം? എങ്ങനെയാണ് നമുക്കറിയാവുന്നത്? വായിച്ചോ അടുത്ത വാക്യം. നമ്മൾ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ കാര്യം മനസ്സിലാവും. 11ാമത്തെ വാക്യം. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പോൾ അടുത്ത് വാഴ്ത്തി എന്ന വാക്ക് ഇംഗ്ലീഷ് എങ്ങനെയെന്ന് അറിയാമോ? ജീസസ് took the loaves and എന്താണ് given thanks. ആർക്ക് താങ്ക് ചെയ്തു? യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു ദൈവമായിട്ടാണ്, ദൈവത്തിന്റെ ശക്തിയിൽ ദൈവം എന്ന നിലയിലാണ് ഈ അത്ഭുതം ചെയ്തതെങ്കിൽ യേശു ക്രിസ്തു ആരെയാ താങ്ക് ചെയ്തേ? തന്നെ താങ്ക് ചെയ്തു അല്ല. യേശു ക്രിസ്തു ഈ പ്രവൃത്തി, നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കണം. ബൈബിളിൽ യേശു ക്രിസ്തു ചെയ്ത ഒറ്റ അത്ഭുതം പോലും ദൈവം എന്ന നിലയിലല്ല ചെയ്തത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കാനായിട്ട് പലപ്പോഴും നമ്മളെന്ന് പറഞ്ഞാൽ പലരും എടുക്കുന്നത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളാണ്. യേശു ക്രിസ്തു ഇന്ന അത്ഭുതങ്ങൾ ചെയ്തു, അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ യേശു ക്രിസ്തു ചെയ്ത ഒറ്റ അത്ഭുതം പോലും യേശു ക്രിസ്തു ദൈവം എന്ന നിലയിലല്ല ചെയ്തത്. യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിലാണ് ചെയ്തത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. കാരണം യേശു ക്രിസ്തു ചെയ്ത ഒരത്ഭുതം പോലും പഴയ നിയമത്തിലുള്ള ആൾക്കാർ ചെയ്യാത്തിരുന്നിട്ടില്ല. യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും
ആ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാര് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ചെയ്ത് മനുഷ്യൻ എന്ന നിലയിലാണ്. യേശു ക്രിസ്തുവും അത് ചെയ്തു മനുഷ്യൻ എന്ന നിലയിലാണ്. എങ്ങനെ നമുക്കറിയാനായിട്ട് കഴിയും? യേശു ക്രിസ്തു, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ എന്ന നിലയിലാണ്. സ്വർഗത്തിൽ നിന്ന് ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്നില്ല, എപ്പോഴും എടുക്കുന്നതാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട മാൻ സെൻഡ് ബൈ ഗോഡ് എന്ന നിലയിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും മനുഷ്യൻ എന്ന ലിമിറ്റേഷനിൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച മനുഷ്യൻ എന്ന നിലയിലാണ്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം, എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. ചില വാക്യങ്ങൾ മാത്രം, യോഹന്നാന്റെ സുവിശേഷത്തിലെ കുറച്ച് വാക്യങ്ങൾ മാത്രം. യോഹന്നാന്റെ സുവിശേഷം 3:17. ഇവിടെ പറയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീസസ് വാസ് സെന്റ് ബൈ ഗോഡ്. 4:34 വാക്യം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ഇവിടെ പറയാണ് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. 5:24 വാക്യം. ഇവിടെ പറയാണ് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതിന് 36 വാക്യം. ഇവിടെ പറയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? പിതാവ് എന്നെ അയച്ചു എന്നതിന്റെ പ്രൂഫാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം യേശു ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്ന എന്താണ്? ജീസസ് വാസ് എ സെന്റ് പേഴ്സൺ, ഒരു സെന്റ് വൺ ആണെന്നുള്ളതാണ്. അതിന്റെ 6:33 വാക്യം. 6:29 സോറി 6:29. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്രേ. അവിടെ പറയാണ് യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അന്നേരം ഇത്ര ഞാൻ 6 അധ്യായം എടുത്തുള്ളൂ. ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം യോഹന്നാൻ മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അനേക തവണ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു അയക്കപ്പെട്ടവനാണ്. ആരുടെ അടുത്തുനിന്ന് അയക്കപ്പെട്ടവൻ? ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനാണ് യേശു ക്രിസ്തു എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഏത് പ്രോബ്ലത്തിന്റെ മുമ്പിലും വരുമ്പോൾ യേശു ക്രിസ്തു ചെയ്തത് ആ പ്രോബ്ലം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനെ താങ്ക് ചെയ്യും. പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി ആ പ്രവൃത്തി ചെയ്യുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി അത്ഭുതങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു ക്രിസ്തുവിനെ പറ്റി പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. യേശു ക്രിസ്തു എങ്ങനെയാണ് അത്ഭുതങ്ങൾ ചെയ്തെന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി അതിന് 2-ാമത്തെ അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ. ഓക്കെ, അത് മലയാളത്തിലെ വാക്യം അത്ര വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവത്തില്ല. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇരിക്കുന്നത്? യു മെൻ ഓഫ് ഇസ്രായേൽ ലിസൺ ടു ദീസ് വേർഡ്സ്. ജീസസ് ദ നസറേൻ, എ മാൻ attested to you by God with miracles and wonders and signs which God performed through him in your midst. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: ഇസ്രായേൽ പുരുഷന്മാരെ, യേശു എന്ന മനുഷ്യനിൽ കൂടി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊള്ളുവിൻ. ദൈവം അറ്റസ്റ്റ് ചെയ്ത മനുഷ്യനായ യേശു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ജീവിച്ചത് അയക്കപ്പെട്ട മനുഷ്യൻ എന്ന നിലയിലാണ്. ഞാൻ ഇത്രയും പറയുന്നതിന്റെ കാര്യം എന്താണ്? യേശു ക്രിസ്തു അങ്ങനെ അയക്കപ്പെട്ട മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് നമുക്കെന്താണ് ആപ്ലിക്കബിൾ, നമുക്കെന്താണ് അതിലുള്ള പ്രത്യേകത? നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ
18-ാമത്തെ വാക്യം. വാക്യം ഒന്നുകൂടെ വായിച്ച്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ എന്നെ എന്ന്. യേശുക്രിസ്തു ആരാണെന്ന് പറഞ്ഞത്? യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നാണ് ചോദ്യം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കും. അന്നേരം എന്താണ് ഇത് പറഞ്ഞിരിക്കുന്ന അർത്ഥം അറിയോ? യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം എങ്ങനെയാണോ ലോകത്തിൽ അയച്ചത് അതേപോലെ തന്നെ, എക്സാക്ട്ലി അതുപോലെ തന്നെ യേശുക്രിസ്തു ആരെ അയച്ചിരിക്കുന്നു? നമ്മളെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമ്മളെ അയച്ചിരിക്കുന്നത് എങ്ങനെയായിട്ടാണ്? മനുഷ്യരായിട്ടാണ്, അല്ലേ? മനുഷ്യരെന്ന നിലയിൽ ദൈവത്താൽ അയക്കപ്പെട്ടവരായിട്ടാണ് നമ്മളെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയച്ചത്. അന്നേരം ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ അയച്ചത് ദൈവം എന്ന നിലയിലാണെങ്കിൽ യേശുക്രിസ്തു നമ്മളെ അയച്ചത് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-21 വാക്യം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നു. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വ്യക്തികളും, രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും കുറിച്ച് പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിനെ പറ്റി വ്യക്തമായിട്ടൊരു പ്ലാനും പദ്ധതിയും കൊടുത്തിട്ട് ഭൂമിയിൽ അയച്ചതുപോലെ തന്നെ, എക്സാക്ട്ലി സെയിം അതേപോലെ തന്നെ എല്ലാ ദൈവമക്കളെ പറ്റിയും ദൈവത്തിന് വ്യക്തമായിട്ട് പ്ലാനുണ്ട്. ഉണ്ടെന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടിയിട്ട് അയച്ചോ അതേപോലെ തന്നെ സെയിം ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളെയും യേശുക്രിസ്തു ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യം. എന്നാൽ യേശുക്രിസ്തു എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചത്, എങ്ങനെയാണ് യേശുക്രിസ്തു കാര്യങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെയാണ് കാര്യങ്ങളെ ചെയ്തത്, എങ്ങനെയാണ് യേശുക്രിസ്തു കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത്. നമ്മളൊക്കെ ചില വാക്കുകൾ വായിക്കാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, ഇവിടെയും ആമേൻ ആമേൻ. ഞാൻ നേരത്തെ ആമിന്റെ അർത്ഥം പറഞ്ഞു. എന്താ പറയുന്നത്? സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. എന്താണ്? ദ സൺ ക്യാൻ ഡു, എന്താണെന്ന് അറിയാൻ എഴുതിയിരിക്കുന്നത്? സൺ ക്യാൻ ഡു നത്തിങ് എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു പറയാണ്, എന്നെ പിതാവ് ഈ ഭൂമിയിലേക്കാണ് അയച്ചത്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് ആസ് എ മാൻ ഐ ക്യാൻ ഡു നത്തിങ് വിത്തൗട്ട് ഗോഡ് എന്താണ് പറഞ്ഞത്? ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. ഒന്നും കഴിയത്തില്ലാത്ത ഒരു മനുഷ്യനെ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അർത്ഥം. അതിന്റെ 30-ാമത്തെ വാക്യം 5:30. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ, അവിടെ പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈ ഓൺ. എനിക്ക് സ്വതവേ, നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തുവിന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, യേശുക്രിസ്തു അത്ഭുതമൊക്കെ പിന്നെ എങ്ങനെ ചെയ്ത്? യേശുക്രിസ്തുവിന് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് യേശുക്രിസ്തു പറയുന്നു. ഈ കഴിയത്തില്ല എന്ന് പറയുന്നത് കഴിവില്ല എന്നുള്ളതല്ല. യേശുക്രിസ്തുവിന് സ്വതവേ ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയും ദൈവം എന്ന നിലയിൽ. പക്ഷേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒന്ന് മനുഷ്യൻ എന്ന നിലയിലായതുകൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ് യേശുക്രിസ്തു കാണിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കഴിവില്ല എന്നുള്ളതല്ല, ഞാൻ കർത്താവിൽ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. ഐ ക്യാൻ ഡു നത്തിങ് വിത്തൗട്ട് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാച് ആദ്യം ഒന്നാമതായിട്ട് കള്ളം പറഞ്ഞ മനുഷ്യനെത്തുന്നറിയോ? യു ക്യാൻ ഡു എന്നാണ്. നീ തിന്നാലും നിനക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്നാണ്. ഇവിടെ യേശുക്രിസ്തു വേണം ഐ ക്യാൻ ഡു നത്തിങ് എന്ന് വീണ്ടും പറയാം. 8:28 വാക്യം. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്ന് സ്വയമായിട്ടൊന്നും ചെയ്യാം. ഞാൻ തന്നെ അവൻ എന്നും എവിടെയാണ് യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം, യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങളൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ആണ് അവൻ. യഥാർത്ഥത്തിലുള്ള വചനമായ പുത്രനായ ദൈവമായ ക്രിസ്തു അവനാണ് എന്ന് നിങ്ങൾ അറിയും. എന്നിട്ട് പറയാണ്, എന്നും ഞാൻ
സ്വയമായിട്ടൊന്നും ചെയ്യാതെ എനിക്ക് ഉപദേശിച്ചു തന്ന പോലെ സംസാരിച്ചു എന്നും അറിയും. അന്നേരം പറയാണ് യേശുക്രിസ്തുവിന്റെ ലൈഫ് മുഴുവൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് അവസാന യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം വരെ പഠിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണെന്ന് അറിയാമോ? ഒന്ന്, യേശുക്രിസ്തു അയക്കപ്പെട്ടവനാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് വായിച്ചിട്ട്? ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ഫുൾ ലൈഫിന്റെ ഹിസ്റ്ററി മൊത്തത്തിൽ എഴുതിയിട്ട് 2 വാക്കിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും: ഹി വാസ് സെന്റ് ഫ്രം ഗോഡ് ആൻഡ് ഹി ക്യാൻ ഡു നത്തിങ് ഓഫ് ഹിംസെൽഫ്. അതിന്റെ 12:49. എന്നാൽ ഇതാരാണ് ഇതെല്ലാം ചെയ്തത്? യേശുക്രിസ്തുവിന് സ്വതവേ ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എങ്കിൽ ആരാണ് ഇതെല്ലാം യേശുക്രിസ്തുവിൽ കൂടി ചെയ്തത്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. 14-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യേശുക്രിസ്തു ഇത് ചെയ്ത് പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ പറയാണ്, യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്തതാരാണ്? പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യാൻ. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ പെർട്ടിക്കുലർ പർപ്പസ് ഫുൾഫില്ല് ചെയ്തെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞ് കർത്താവ് പിതാവിന് അവൈലബിൾ ആയിട്ട് കൊടുത്തപ്പോൾ കർത്താവ് പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രശ്നങ്ങൾ പിതാവായ ദൈവത്തിന്റെ പ്രശ്നമായിരുന്നു. യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ പിതാവായ ദൈവം ചെയ്യുകയാണ്. എല്ലാം യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്. അന്നേരം നമുക്ക് എങ്ങനെയാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്? നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞത്? നമ്മൾ അയച്ചത് യേശുക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാനായിട്ട് കഴിയുന്നത്? അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യങ്ങൾ വായിക്കും. നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന വാക്യമാണ്. ഇവിടെ പറയാണ്, നമ്മൾ വേളി വായിച്ച 14-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം എങ്ങനെയായിരുന്നു വായിച്ചത്? ഞാൻ എന്റെ പിതാവിലും പിതാവെന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞിട്ട് യേശുക്രിസ്തുവാണ്, എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അയക്കുന്ന ആൾക്കാരുടെ അടുത്ത് യേശുക്രിസ്തു പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇംഗ്ലീഷിൽ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഇവിടെ പറയാണ്, യേശുക്രിസ്തു പറയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? യു ക്യാൻ ഡു നത്തിങ്. എത്രത്തോളം നമുക്ക് ദൈവത്തെ കൂടാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും? എത്രത്തോളം കഴിയും? യേശുക്രിസ്തുവിന് പിതാവിനെ കൂടാതെ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു? യേശുക്രിസ്തുവാണ്, പിതാവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശുക്രിസ്തു നമ്മളത് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യു ക്യാൻ ഡു നത്തിങ് വിത്തൗട്ട് മീ. യു ക്യാൻ ഡു അബ്സല്യൂട്ട്ലി സീറോ. അന്നേരം നിങ്ങൾ അറിഞ്ഞേക്കാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ദൈവത്തിന് അവൈലബിൾ അല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നത്തിങ്, അബ്സല്യൂട്ട്ലി സീറോ. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞേക്കാം. ദൈവത്തെ കൂടാതെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ബിഗ് സീറോ ആണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കാനായിട്ട് താല്പര്യമുണ്ട്. കർത്താവിന് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കാതെ ആ വ്യക്തിക്ക് ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ചില ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കറിയാം ഞാൻ ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസ് ലെവലിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട്, കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് അവന്റെ ഉള്ളിലുള്ള മനസാക്ഷി കുത്തുകൊണ്ടാണ് അവൻ പലതും ചെയ്യാൻ ശ്രമിക്കുന്നത്. ചിലതൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവ് പറയാണ്, നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ദൈവം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മാർക്കിടും, 0 എന്നൊരു മാർക്കിടും. കാര്യം എന്താണ്? യു ഡിഡ്
all these things without me. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അടുത്ത വാക്യം പറയാണ്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഡ്രൈനെസിന്റെ, ക്രിസ്ത്യൻ ലൈഫിലെ ഡ്രൈനെസിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിൽ വസിക്കാതെ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഡ്രൈനെസ് ആയിരിക്കും. അതേസമയം കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി റെസ്റ്റിലായിരിക്കും. ആ വ്യക്തി ചെയ്യുന്നത് റെസ്റ്റിലായിരിക്കും. ആ വ്യക്തി ബാക്കി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്നുള്ളതോ ബാക്കി ആൾക്കാർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതോ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതോ ചെയ്യുന്നില്ല എന്നുള്ളതോ വ്യക്തിയെ സംബന്ധിച്ച വിഷയമല്ല. പക്ഷേ കർത്താവിൽ വസിക്കാതെ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി, ഹി വിൽ ബി ഡ്രൈ പേഴ്സൺ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഫ്രസ്ട്രേഷനാണ്, ഡ്രൈനെസ് ആണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അവന്റെ ഉള്ളിൽ നിന്ന് ആങ്കറാണ് പുറത്തു വരുന്നത്. അവൻ നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഞാൻ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. അതേസമയം കർത്താവിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഹി വിൽ ബി ഓൺ റെസ്റ്റ്. ആ വ്യക്തിക്ക് ബാക്കിയുള്ളവർ എന്താ പറയുന്നുള്ള ആ വ്യക്തിക്ക് വിഷയമല്ല. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം അയച്ചിടത്തേക്ക് പോവുക, ദൈവം പറഞ്ഞത് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. വേറെ ഒന്നും ദൈവം നിങ്ങളുടെ തൊരിടത്തേക്ക് അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോകുന്നത് അനുസരണക്കേടാ. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒരിടത്തോട്ട് പോകുന്ന അനുസരിക്കേടാ. നിങ്ങളൊരു തെറ്റായ ധാരണ നിങ്ങൾ മാറ്റണം. ചില കാര്യങ്ങൾ ചില രീതിയിൽ ചെയ്യുന്നത് സ്പിരിച്വലാണ് നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്. ഇല്ലെങ്കിൽ ഒരിടത്ത് പോയി ഒരുപാട് പേരെടുത്ത് സുവിശേഷം പറയും. റോയ്സയിലോ മൈസൂറോ നോർത്ത് ഇന്ത്യയിലോ ഇതൊക്കെ പോയി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല അത് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാവുന്നത്. എന്താണ്? അത് ദൈവം അയച്ചോ എന്നുള്ള ഒറ്റ കാര്യമാണ് അതിന്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അയക്കുന്നിടത്ത് പോവുക, ദൈവം പറയുന്നത് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവസഭയെ പറ്റി ആഗ്രഹിക്കുന്നതാണ്. ദൈവസഭ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ ശരീരമാണ്, അല്ലെ? കർത്താവിന്റെ ശരീരത്തെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് വി ഷുഡ് ബി അവൈലബിൾ ടു ഗോഡ് ഓൾ ദ ടൈം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് അബൈഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്ന കാര്യം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറയാണ്, പിതാവായ ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മളടുത്ത് യേശുക്രിസ്തു പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ ദൈവം നമ്മൾ കൂടി ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ, അല്ലെ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഒരു കാര്യം, ഒരു കാറ് മാനുഫാക്ചർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്ത് ചെയ്യണമെന്ന്? അത് ഫംഗ്ഷനിലായിരിക്കണം, അല്ലെ? അത് ഓടുന്നതായിരിക്കണം, അത് ഫംഗ്ഷനിലായിരിക്കണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കാറിനെ പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന, കാർ വാങ്ങുമ്പോൾ നമ്മൾ പണം കൊടുത്ത് കാർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ കൊണ്ട് യാത്ര ചെയ്യുന്ന വണ്ടിയായിരിക്കാം, അത്രയോ. ബാക്കി എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അതിൽ TV ഉണ്ടായിരിക്കാം, അതിൽ പാട്ട് കേൾക്കുന്ന യന്ത്രം ഉണ്ടായിരിക്കാം, അതിൽ ബാക്കിയുള്ള AC ഉണ്ടായിരിക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ AC-ക്ക് ഇരിക്കാനായിട്ട് കാറിനകത്തോട് കയറിയിരിക്കും. പാട്ട് കേൾക്കാനായിട്ട് കാറിൽ കയറും, TV കാണാനായിട്ട് കാറിൽ കയറും? ഇല്ല. കാര്യം എന്താണ്? ഇതൊക്കെ അഡീഷണൽ ഫെസിലിറ്റീസ് ആണെങ്കിലും അതിന്റെ മെയിൻ പർപ്പസ് എന്താ? അത് ഓടണമെന്നുള്ളതാണ്, അല്ലെ? ബാക്കിയുള്ളത് ചെയ്യുന്നത് കൊണ്ടല്ല ഇത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് ട്രാൻസ്പോർട്ടേഷനാണ് ആ വണ്ടിയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ വണ്ടിയുടെ മാനുഫാക്ചർ ഉദ്ദേശിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഓടുന്നില്ലെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, അല്ലെ? ഒരു പേന കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പേന കൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പേന എഴുതാത്തുള്ളപ്പോൾ നമുക്ക് ആ പേന കൊണ്ട് പുറം ചൊറിയാമായിരിക്കാം. പക്ഷെ പുറം ചൊറിയാനായിട്ടാണോ നമ്മൾ പേന വാങ്ങിച്ചത്? പൈസ കൊടുത്ത് അല്ല, എഴുതാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, അല്ലെ? ഒരു ബൾബിനെ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇരുട്ടുള്ളിടത്ത് വെളിച്ചം കൊടുക്കണമെന്നുള്ളതാണ്. വെളിച്ചം കൊടുക്കുന്നില്ലെങ്കിലോ അതിനകത്ത് നമുക്കൊരു ചെടിയിട്ട് വളർത്താം, അല്ലെ? പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്? അല്ല. ഞാൻ പറഞ്ഞത്, ഓരോ സാധനത്തിന്റെയും മാനുഫാക്ചറിന് അതിനെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. ആ പർപ്പസ് ഫുൾഫില്ല് ചെയ്യാത്തിടത്തോളം കാലം ബാക്കി എന്തൊക്കെ ചെയ്തിട്ടും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വർത്ത്ലെസ്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം ദൈവത്തിന് അവൈലബിൾ ആയിട്ട്
ദൈവം നമ്മൾ കൂടി അത് ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ അതിന് പകരം ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വണ്ടി വാങ്ങിച്ചിട്ട് വണ്ടി കൊണ്ട് പാട്ട് കേൾക്കാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ഫംഗ്ഷൻ അല്ല. വാങ്ങിച്ചവൻ അതിനാണെങ്കിൽ ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചവൻ, ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നവൻ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷെ വണ്ടി വാങ്ങിക്കുന്നവൻ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ലല്ല, അല്ലെ? പേന വാങ്ങിച്ചിട്ട് പേന എഴുതുന്നില്ല, പേനയും കൊണ്ട് തലയൊറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേനയുടെ ഫംഗ്ഷൻ അല്ല. അതേപോലെ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റാത്ത ഈ ഭൂമിയിലെ മനുഷ്യൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യൂസ്ലെസ് ആണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? പേന കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എഴുതുക എന്നുള്ളത്, അല്ലെ? വണ്ടി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഓടിക്കുക എന്നുള്ളതാണ്, അല്ലെ? ബൾബ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശം? എന്താണ്? ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശം, അല്ലെ? പിന്നെന്താണ്? ദൈവത്തിന്റെ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനെ കൊണ്ടുള്ള പർപ്പസ്, അല്ലെ? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ വീണ്ടും പറയുന്നത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മനുഷ്യനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതല്ല ദൈവത്തിന് മനുഷ്യനെ കൊണ്ടുള്ള ഉദ്ദേശം. ദൈവത്തിന് കുറെ പണിയെടുപ്പിക്കാനായിട്ടല്ല, അല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ കൊടുത്ത് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രാമാണിക്കാനായിട്ടല്ല, ന്യായപ്രമാണം അനുസരിക്കാനായിട്ടല്ല. ദൈവം മനുഷ്യനെ ഉദ്ദേശിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചത് വീണ്ടും ചോദിക്കട്ടെ, കാറ് വാങ്ങിക്കുന്നത് ഓടാൻ വേണ്ടിയിട്ടാണ്. കാർ ഓടാൻ വേണ്ടി എന്ത് വേണം? പെട്രോൾ വേണം, അല്ലേ? കറക്റ്റ്. പേന വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഴുതാൻ വേണ്ട. പേന എഴുതാൻ വേണ്ടി എന്ത് വേണം? ഇങ്ക് വേണം, കറക്റ്റ്. ബൾബ് വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റ് കത്താൻ വേണ്ടിയിട്ടാണ്. ബൾബിന് ലൈറ്റ് വെളിച്ചം തരാനായിട്ട് കഴിയുമോ? ബൾബിന് വെളിച്ചം തരാനായിട്ട് കഴിയുമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ട കാര്യമില്ല. ബൾബ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടിയാൽ. പക്ഷെ ബൾബിന് ലൈറ്റ് വരാനായിട്ട് കഴിയുമോ? ബൾബ് കത്തണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. അതെ, മനുഷ്യനെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാൻ മനുഷ്യന്റെ ഉള്ളിൽ എന്ത് വേണം? ആര് വസിക്കണം? ദൈവം വസിക്കണം. ദൈവത്തെ കൂടാതെ, പെട്രോൾ കൂടാതെ വണ്ടി ഓടാത്തതുപോലെ, മഷി കൂടാതെ പേന എഴുതുകൊണ്ട് എഴുതാൻ കഴിയാത്തതുപോലെ, ഇലക്ട്രിസിറ്റി കൂടാതെ ബൾബിന് കത്താൻ കഴിയാത്തതുപോലെ, ദൈവത്തെ കൂടാതെ മനുഷ്യന് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യാനായിട്ട് കഴിയും? മഷിയില്ലെങ്കിലും പേന കൊണ്ട് വേറൊരു പർപ്പസ് ചെയ്യാനായിട്ട് കഴിയും. വണ്ടി പെട്രോൾ അടിച്ചില്ലെങ്കിലും വണ്ടിയും കൊണ്ട് വേറെ എത്രയൊക്കെ പർപ്പസ് ചെയ്യാനായിട്ട് കഴിയും. വണ്ടിക്കകത്ത് കോഴിയെ വളർത്താൻ പറ്റും വേണമെങ്കിൽ, അല്ലേ? പജീറോ ഒക്കെ വാങ്ങിച്ചിട്ട് കോഴിയെ വളർത്താം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശമോ? അതെ, പജീറോക്കാരൻ അതിന് വേണ്ടിയല്ല വാങ്ങിച്ചത്. ബൾബ് വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ബൾബ് ഉണ്ടാക്കിയ വ്യക്തി അത് കണ്ട് അതിന്റെ അകത്ത് ചെടി വളർത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? പൊന്ന് മനുഷ്യ, ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ ഇതിനെ ഉണ്ടാക്കിയെന്ന് പറയും. ദൈവത്തെ കൂടാതെ ദൈവത്തിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, ദൈവത്തിന് അബൈഡ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, ദൈവത്തിന് അവൈലബിൾ അല്ലാത്ത മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം എന്ത് പറയും? മനുഷ്യ, നിന്നെ ഇതിനു വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിനൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് ദൈവത്തിന്റെ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് യേശുക്രിസ്തു പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് ഗോഡ് ആൻഡ് യു ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് മീ. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്കതുകൊണ്ട് ദൈവത്തിന് പ്രസാദം വരത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് പരീക്ഷന്മാർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതിനെല്ലാം അൾട്ടിമേറ്റ്ലി 0 മാർക്ക് വരാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ മെയിൻ പർപ്പസ് നിങ്ങൾ കൂടി ഫുൾഫിലാണ്. ദൈവത്തിന് എല്ലാവരെ പറ്റിയുള്ളൊരു ജനറൽ പർപ്പസാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ, ആസ് എ മാനുഫാക്ചറർ ഹി വാണ്ടഡ് അസ് ടു മാനിഫെസ്റ്റ് ഹിംസെൽഫ്. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതിന്റെ കാരണം, അതിന്റെ ഉള്ളിൽ അതിന് വേണ്ടിയ കാരണം ദൈവം തന്നെയാണ്. അതാണ് യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും. ദൈവത്തിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിന്റെ ജനറൽ പർപ്പസ് ഇതാണ്. ദൈവത്തിന്റെ സ്പെസിഫിക് പർപ്പസ് ഓരോ ദൈവസഭയിലും
ഓരോ വ്യക്തികൾ ഓരോ അവയവം പോലെ ദൈവത്തിന്റെ പർട്ടിക്കുലർ പർപ്പസ് ഫുൾഫിൽ ചെയ്യണം. നമുക്ക് ഒരു ലേഖനം 14 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വാക്കുകൾ എടുക്കണമെന്നില്ല. അവിടെ പറയാണ്, ദൈവം ശരീരത്തിൽ ഓരോ അവയവങ്ങളെ അതതിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. അതതിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്. ദൈവത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു ജനറൽ പർപ്പസ് ഉണ്ട്, കർത്താവിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യാൻ. ദൈവത്തിന്റെ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, ദൈവസഭയിൽ ഈ ഭൂമിയിൽ ആ വ്യക്തിയെ വിളിച്ച പർപ്പസ് ഫുൾഫിൽ ചെയ്യുക. സ്പെസിഫിക് കോളിംഗ് അതെന്താണെന്നുള്ളത് നിങ്ങൾക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവത്തിന് അബൈഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തതുപോലെ നിങ്ങളെ പറ്റിയുള്ള അതേ കാര്യം ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ദൈവത്തിന് അബൈഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ യു വിൽ നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കമ്പയർ ചെയ്യത്തില്ല. നിങ്ങൾ ലോകപ്രശസ്തനായിട്ടുള്ള സുവിശേഷകനാവാനായിട്ട് ആഗ്രഹിക്കത്തില്ല. ലോകപ്രശസ്തനായിട്ടുള്ള ബൈബിൾ ടീച്ചർ ആവാനായിട്ട് ആഗ്രഹിക്കത്തില്ല. നിങ്ങളുടെ പർപ്പസ് ഒറ്റ ഒരു കാര്യമുള്ളായിരിക്കും, നിങ്ങൾ 10 പേരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 10 പേരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പർപ്പസിൽ നിൽക്കുന്ന മനുഷ്യനെ പറ്റി ദൈവം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ആ വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എവിടെ ആ വ്യക്തിക്ക് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പർപ്പസിലാണെന്നുള്ള ആ ബോധ്യം ആ വ്യക്തി കൊടുക്കുന്ന കോൺഫിഡൻസ് എത്രയാണെന്നറിയാം. ആ വ്യക്തി ദൈവത്തിന്റെ വിളിയിലാണ്, ദൈവത്തിന്റെ മിനിസ്ട്രിയാണ് ആ വ്യക്തി ചെയ്യുന്നത്, ദൈവത്തിന്റെ ശുശ്രൂഷയാണ് ആ വ്യക്തി ചെയ്യുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തി റെസ്റ്റിലായിരിക്കും. പിന്നെ ആ വ്യക്തിക്ക് ഒരു കാര്യത്തിനെ പറ്റിയും കമ്പാരിസൺ ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവം എന്ന നിലയിൽ ചില കാര്യങ്ങൾ കാണിച്ചിട്ട് പോകാനായിട്ടല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ നിലയിലാണ്. പക്ഷെ യേശുക്രിസ്തു നമ്മളെ അയച്ചതും പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചതുപോലെ തന്നെയാണ്. യേശുക്രിസ്തുവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, ജനറൽ പർപ്പസ്. അത് യേശുക്രിസ്തുവാണ്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ പിതാവായ ദൈവത്തെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്തു. പിതാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് തന്റെ സ്വഭാവം വെളിപ്പെടുത്തി. യേശുക്രിസ്തു പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ കർത്താവിന്റെ സ്വഭാവം നമ്മൾ കൂടി മാനുഫാക്ചറിംഗ് നടക്കത്തില്ല. രണ്ടാമത്, യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചതിൽ ദൈവത്തിന്റെ സ്പെസിഫിക് പർപ്പസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ അയക്കുന്നതിൽ ദൈവത്തിന്റെ സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. രണ്ടും ദൈവത്തെ കൂടാതെ, ദൈവത്തിന് അവൈലബിൾ അല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് നടക്കുകയില്ല. പക്ഷെ ഇത് രണ്ടും നടക്കാതെ തന്നെ ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് പറ്റത്തില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഇറ്റ് വിൽ ബി നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഇനി ഏത് ലോകത്തിൽ പോയാലും ഏത് കുഗ്രാമത്തിൽ പോയാലും നിങ്ങൾ ദൈവത്തിന് അവൈലബിൾ അല്ലാത്ത മനുഷ്യനാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് യേശുക്രിസ്തുവാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പർപ്പസ് മനസ്സിലാക്കി അതിൽ ജീവിക്കാൻ